ഗൈസ് എന്താ പറയണ്ടേ? ഓക്കെ എന്നിട്ട് ഹലോ ഗൈസ്. അപ്പോൾ ഇന്നെന്താണല്ലേ, ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. അതെന്താണ് വീഡിയോയിൽ പോകാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് നമുക്ക് കുറച്ച് സാധന സാമഗ്രികൾ വാങ്ങാനുണ്ട്. അതിനായിട്ട് നമുക്ക് പോയിട്ടിടാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ കാറിനുള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർപ്രൈസ് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, വേറൊരാൾ കൂടെ ഉണ്ട്. എൻ്റെ ഷട്ടിൽ ബാക്ക് പാർട്ട്ണർ നിങ്ങൾ കണ്ടിട്ടിരുന്നു അതന്നെ. പക്ഷേ അയാൾ ഭയങ്കര നാണക്കാരിയാണ് ഗൈസ്. നാണുള്ളവരെ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. അങ്ങനെ പുള്ളിക്കാർ മുന്നിൽ നടക്കുന്നു, ഞാൻ ബാക്കിൽ നടക്കുന്നു. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെ ചാടി പോയിക്കൊണ്ടിരിക്കുന്നത്. സർപ്രൈസ് ആകുമെന്നൊന്നും അറിഞ്ഞൂടാ, എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. നമ്മളെല്ലാം ശ്രമിച്ചു നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ കുറച്ച് വേറെ ചില പരിപാടിയുണ്ട്. നമുക്ക് വണ്ടിക്കാരൻ വന്നപ്പോൾ ഞാൻ കട്ടാക്കിയത്. അങ്ങനെ നമുക്ക് അതിന് മുന്നേ കുറച്ച് പരിപാടിയുണ്ട്. എൻ്റെ ക്യാമറാമാനെ എന്തൊക്കെയോ അറ്റസ്റ്റ് ചെയ്യാനോ സ്കാൻ ചെയ്യാനൊക്കെ ഉണ്ട്. ആൾ ഭയങ്കര ജോലിക്കാരിയാണ് ഗൈസ്, നിങ്ങൾക്കറിയാറ്റാ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണും മൂക്കോട്ടും അങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജംഗ്ഷനിൽ കയറുന്നതിന് മുന്നേ ഉള്ള ഞങ്ങളുടെ നാടിൻ്റെ സ്വന്തം അമ്പലമാണ്. നമ്മളെ ഗ്രാമത്തിലെ പച്ചപ്പ് നിങ്ങൾ കാണുന്നില്ലേ ഗൈസ്? അങ്ങനെ നമ്മുടെ ക്യാമറാമാൻ്റെ ആവശ്യങ്ങൾക്കായി ഇതേ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അങ്ങനത്തെ ക്യാമറാമാൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സർപ്രൈസ് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറാതിരിക്കുക. നമ്മുടെ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അങ്ങനെ ബസ് സ്റ്റാൻഡ് വരെ ഫേമസ് ആയി. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. ഞങ്ങളൊരു ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു ഓട്ടോയും കിട്ടി. അവിടെ നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് യൂഷ്വലായിട്ട് എല്ലാവർക്കും പുറത്തിറങ്ങി വരുന്ന സുഖം, എന്താ വിശപ്പ്. അതിൻ്റെ വിളി വന്നപ്പോൾ ഞാനും എൻ്റെ ക്യാമറാമാനും കൂടെ കുറേ നേരം ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി ഫുഡ് കഴിക്കാൻ പോവാന്ന്. അങ്ങനത്തെ ഫുഡ് അങ്ങോട്ടാണ് ഇനി അടുത്ത പോക്ക് മുഴുവൻ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ഗിഫ്റ്റ്. ചെറിയ ഗിഫ്റ്റാണ്, അതെന്താണ് വീടിൻ്റെ അവസാനം കാണിക്കാം. അപ്പോഴാണ് എനിക്ക് വേറെ ബുദ്ധി വെച്ചത് ഗൈസ്. എന്തായാലും നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നുണ്ടല്ലോ, കൂട്ടത്തിൽ നമുക്കൊരു കുഞ്ഞു ഫ്രെയിമും കൂടെ കൊടുത്ത് അതൊന്നും കൂടെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫ്രെയിമിൻ്റെ കടയിലിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു മ്യൂസിക് കിട്ടാനെ കൊണ്ട് അതൊന്നും റെക്കോർഡായില്ലെന്ന് എനിക്ക് ഇപ്പോൾ വന്ന് ഈ വീഡിയോ നോക്കിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. കണ്ടോ, ഞാൻ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? അവിടെ ഇഷ്ടംപോലെ നല്ല ഫ്രെയിമുണ്ട്. ഞാൻ അതൊക്കെ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ ഫ്രെയിമും നോക്കിയിരുന്ന് വായി നോക്കിയിരുന്നിട്ട് സമയം പോയിട്ട് ഞങ്ങളെ വിളിച്ചില്ല ഗൈസ്. അപ്പം ഞാൻ ചിന്തിച്ചു പോയി, ഒരു സ്റ്റുഡിയോ ഇട്ടിരുന്നെങ്കിൽ ഞാൻ ഒരു ലക്ഷപ്രഭുവായിരുന്നു. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു ഗൈസ്. അങ്ങനെ അവസാനം ഞങ്ങളെ വിളിച്ച് ഫ്രെയിം വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയോ ജ്യൂസ് കുടിക്കാൻ പോയ കടയിലാണെങ്കിൽ അതിലും പോസ്റ്റായിരുന്നു ഗൈസ്. 10-15 മിനിറ്റ് ഞങ്ങൾ അവിടെ വെറുതെ ഇരുന്നു ആയിട്ടും ജ്യൂസ് അടിക്കുന്നതിന് നോക്കിയിട്ട്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഞങ്ങളുടെ പപ്സും സോസും വന്നു ഗൈസ്. ആ പപ്സിൽ ഞാൻ സോസ് ഒഴിക്കുന്ന കണ്ട് ആ കടക്കാരൻ വരെ എന്നെ പേടിപ്പിച്ചു. അപ്പോഴാണ് ഞാൻ നിർത്തിയത്. അങ്ങനെ നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ കയ്പ്പ്, അത്രയ്ക്ക് വിശന്നുപോയി ഗൈസ്. എൻ്റെ വയറ് കത്തിക്കരിയായിരുന്നു. അതുകൊണ്ട് ഡീസൻസ് ഒന്നും നോക്കാതെ കൈയടക്കം നക്കി വടിച്ച് ഞാൻ ദേശമായിട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് കടേൻ്റെ ഒരു ഷോട്ടും എടുത്ത് ഞങ്ങൾ പോവാണ്. നിങ്ങൾ കാണുന്നില്ലേ ആ പാത്രം ഞാൻ എത്ര നന്നായിട്ടാണ് നക്കി തുടച്ച് ഫിനിഷാക്കി വെച്ചതെന്ന് കണ്ടോ? അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കഫേ കേക്കിലേക്ക് പോയി. അവിടെ പിന്നെ വലിയ പോസ്റ്റൊന്നും ഇല്ലായിരുന്നു, കാരണം ഞങ്ങൾ നേരത്തെ അവിടെ പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾക്ക് അവിടെ ഭയങ്കര സ്മൂത്തായിട്ട് കഴിഞ്ഞു. പോവുക, പൈസ കൊടുക്കുക, കേക്ക് വാങ്ങാൻ വരിക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കേക്കൊക്കെ ഇങ്ങനെ വാങ്ങി തിരിച്ചിറങ്ങാൻ നേരം ഞാൻ അവിടെ കുറേ നല്ല കേക്ക് കണ്ടു ഡേയ്സ്. അവിടുന്ന് അത് വാങ്ങിത്തരുമെന്ന് വെച്ചപ്പോൾ എൻ്റെ ക്യാമറാമാൻ വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, പോട്ടെ. ആ കേക്ക് വാങ്ങിത്തരാത്ത സങ്കടമൊന്നും നിങ്ങളുടെ മുഖത്ത് കാണുന്നില്ലല്ലോ അല്ലേ? അങ്ങനത്തെ കേക്കും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അങ്ങനെ ഗിഫ്റ്റും കേക്കൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. വെയിലെ കൊണ്ട് മേക്കപ്പ് ഒക്കെ വെച്ച് അത് പോട്ടെ. അപ്പം നമുക്ക് സർപ്രൈസ് കൊടുക്കുന്ന 2 പേരും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സമയം 1:30 2 മണിയാകുമ്പോൾ ഒരാൾ ഇവിടെ എത്തും. അപ്പോൾ ആൾ കാണാണ്ട് ഈ സാധനമൊക്കെ നമുക്ക് ഓരോ വീട്ടിലായിട്ട് ഒളിപ്പിച്ചേക്കണം. മൊത്തം 3 വീടുണ്ട്. ഒരു സാധനം ഈ വീട്ടിൻ്റെ മേലെ കയറ്റിയേക്ക്. കേക്ക് വേറൊരു വീടിൻ്റെ എവിടെ വെക്കണം? ഫ്രീസറിൽ വെക്കണം. ഈ ഫ്രെയിം വേറെ എവിടെ ഒളിപ്പിച്ച് വെക്കണം. ഇത് ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് ഗൈസ്. അതുകൊണ്ട് എപ്പോൾ പിടിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമുക്ക് നമ്മളെ മാക്സിമം ശ്രമിച്ചതൊക്കെ ഒളിപ്പിച്ചേക്കാം. കാണിച്ചു തരാം എവിടേക്ക് ഒളിപ്പിച്ച്. അങ്ങനെ വീട് നമ്പർ 2-ലെത്തിയിട്ടുണ്ട്. ഇനി ഈ വാതിൽ തുറന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായി അപ്പുറത്ത് വേറൊരു വീടുണ്ട്, അതൊന്ന് കാണിച്ചു നോക്ക്. അങ്ങനെ നമുക്ക് ഈ ഒരു സാധനം ആവട്ടെയും ഒരു സാധനം ഇപ്പോഴത്തേയും ഒളിപ്പിച്ചിട്ട് ഗൈസ്
ഹരഹര ശംഭോ ശിവനുടെ നെഞ്ചം അടിമുടി ഇളകിയ കഥയറിയില്ലേ അലകടലാടും പടമലനാഥൻ അരികിലൊരകിയ മോഹിനിയായില്ലേ മോഹിച്ചില്ലേ കണ്ടല്ലോ അവിടെ സ്ഥലമൊന്നും വേണ്ടാത്തതിനെ കൊണ്ട് എന്നിട്ട് ഞാൻ വേറെ പുതിയ സ്ഥലം കാണിച്ചതായി. സ്കൂള് കൂട്ടിയ ശേഷം ഞാൻ തുറന്നു പോലും നോക്കാത്തൊരു സാധനമാണ് ഈ സ്ഥലം ഈ ബാഗ്. നമുക്ക് തക്കാളിൻ്റെ ഉള്ളിൽ കൂട്ടിയേക്കാം. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ സൈഡ് വന്നാൽ തരും. ഇവിടെ തന്നെ സാധ്യതയില്ല. ഞങ്ങൾ പാമ്പും ചേയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടി സൈഡിനുള്ളിൽ എപ്പോഴും ഉണ്ടാവും. അത് നമുക്ക് ഇനി അട്ടയ്ക്ക് കുറച്ചൊക്കെ അങ്ങനെ നമ്മൾക്ക് ഈ സാധനം വെക്കാൻ ഒരു ഫ്രിഡ്ജ് ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമല്ലോ. വന്നയാൾ ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ട്. സർപ്രൈസ് ഒക്കെ നമുക്ക് അന്നേരം തന്നെ തീരും. തുറന്നു നോക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. പാർട്ട് 2 നമുക്ക് പായസം വെക്കാനുള്ള പാല് വാങ്ങിയിട്ട് വരാം ഗൈസ്. പാല് നടന്നിങ്ങോട്ട് വന്നിക്കുള്ളൂ. വീണ്ടും പാല് വാങ്ങാൻ പോകേണ്ട ഒരവസ്ഥ. പാല് വാങ്ങിച്ചു. ഞങ്ങളുടെ സ്വന്തം വിജയുടെ പീടിയിൽ നിന്ന് അങ്ങനെ പാലും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള എൻ്റെ ഷോഫാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാലൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ വാങ്ങിയ പാൽ ഒഴിച്ച് അമ്മമ്മ ഉണ്ടാക്കിയ പായസം വളരെയധികം ക്യൂട്ട്നെസ് വാരി ഇട്ടുകൊണ്ട് ഞാൻ കുടിക്കുന്ന ഷോട്ടാണ് കഴിച്ചത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ലോണം കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ സമയം ഒരു 6-6:30. നമുക്ക് സർപ്രൈസ് കൊടുക്കുന്ന രണ്ടാളിൽ ഒരാൾ ഇതുവരെ ഇവിടെ എത്തിയില്ല. മറ്റേ ആൾ കുറച്ച് നേരം മുന്നോടെ വന്നിരുന്ന് നമ്മളെ കുറച്ച് ഷട്ടിൽ ബാറ്റൊക്കെ കളിച്ചിട്ട് പായസമൊക്കെ കുടിച്ച് അങ്ങോട്ട് പോയിക്ക്. നമ്മൾ ഫസ്റ്റ് ആ ഡ്രസ്സ് ഒളിപ്പിച്ച വീടില്ലേ അവിടേക്ക് പോയിക്ക് പണിയൊക്കെ തീർത്തിട്ട് ഇപ്പം ഇങ്ങോട്ട് വരും. അതിനു മുന്നേ നമുക്ക് ഈ ഒളിപ്പിച്ച് വെച്ച കേക്കും ഫ്രെയിമും ഒക്കെ എടുത്ത് വെച്ച ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കാം. ഇതുവരെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ പറ്റിയവൾക്ക് വന്നിക്കില്ല. ഒന്നും അവൾക്കൊരു പിടുത്തവും കിട്ടിയില്ല. ഒരാൾക്ക് കുറച്ചറിയാം പകുതി. എന്നാലും നമ്മൾ സർപ്രൈസ് ഒരു പകുതിയോളം വിജയിച്ചു ഗൈസ്. ബാക്കിയും കൂടെ നമുക്ക് സെറ്റാക്കില്ല. അങ്ങനെ നമ്മുടെ സർപ്രൈസ് ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഗിഫ്റ്റും കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് എക്സ്പ്രഷൻ അത് നമ്മളിവിടെ പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഇന്നത്തേക്കൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കേക്ക് വെച്ചു, ഗിഫ്റ്റ് കൊടുത്തു, ഫുഡ് കഴിക്കുന്നു, പോയി ചാച്ചു. അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ ബൈ. അയ്യോ മറന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നോ കേട്ടോ. പിന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യട്ടോ. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.